നമസ്കാരം. പ്രവാസികൾക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്തയാണ്. മെയ് മധ്യത്തോടെ വിമാന സർവീസ് ഭാഗികമായി പുനരാരംഭിക്കാൻ എന്ന പ്രതീക്ഷ ഇപ്പോൾ പങ്കുവച്ചിരിക്കുകയാണ് എയർ ഇന്ത്യ. പൈലറ്റുമാരോടും ക്യാബിൻ ക്രൂ അംഗങ്ങളോടും പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ എയർ ഇന്ത്യ ആവശ്യപ്പെട്ട് കഴിഞ്ഞു. ആഭ്യന്തര അന്താരാഷ്ട്ര വിമാന സർവീസുകൾക്കായി ഗതാഗത സുരക്ഷാ പാസുകൾക്കായി എയർ ഇന്ത്യ ശ്രമം തുടങ്ങി എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട്. എയർ ഇന്ത്യയിലെ ആഭ്യന്തര ആശയവിനിമയങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് NIA വാർത്താ ഏജൻസിയാണ് ഈ ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ലോക്ക്ഡൌണിന് ശേഷം മെയ് മധ്യത്തിൽ, അതായത് 25% മുതൽ 30% വരെ വിമാന സർവീസുകൾ വീണ്ടും തുടങ്ങാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പങ്കുവയ്ക്കപ്പെടുന്നത്. ക്യാബിൻ ക്രൂ, പൈലറ്റുമാർ എന്നിവരുടെ കണക്കുകൾ ഉറപ്പുവരുത്താൻ ഓപ്പറേഷൻ സ്റ്റാഫുകൾക്ക് അയച്ച കത്തിൽ എയർ ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ക്രൂവിന് ആവശ്യമായ ക്രമീകരണങ്ങളും കർഫ്യൂ പാസുകളും ഉറപ്പാക്കാൻ എയർ ഇന്ത്യ എക്സിക്യൂട്ടീവ് ഡയറക്ടറോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും മറ്റുള്ള ഇന്ത്യക്കാരെ കൊണ്ടുവരുന്നതിന് നേരത്തെ തന്നെ തയ്യാറായി നിൽക്കാൻ കേന്ദ്ര സർക്കാർ എയർ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു. നിലവിൽ രാജ്യവ്യാപകമായി പ്രഖ്യാപിച്ച ലോക്ക്ഡൌൺ മെയ് 3 അവസാനിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനുശേഷം ചില ഇളവുകൾ വരുത്തപ്പെടും. അതിനുവേണ്ടിയാണ് പൂർണ്ണമായും എയർ ഇന്ത്യ ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നത്. UAE നിന്ന് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്നതിന് ഇന്ത്യൻ എംബസി രജിസ്ട്രേഷൻ നടപടികളും ആരംഭിച്ച ഒരു സാഹചര്യമുണ്ട്. വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിപ്പോയ പ്രവാസികളായ ഇന്ത്യക്കാരെ ഘട്ടം ഘട്ടമായാകും നാട്ടിലേക്ക് എത്തിക്കുക. 2 ഘട്ടമായിട്ടാണ് പ്രവാസികൾ നാട്ടിലെത്തിക്കാൻ തയ്യാറായിരിക്കുന്നത്. 24 രാജ്യങ്ങളിലുള്ളവർക്കാണ് സർക്കാരിൻ്റെ പുതിയ നീക്കം ഗുണം ചെയ്യുന്നത്. ഇതിൽ ആദ്യ പരിഗണന നൽകുന്നത് ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസികൾക്ക് തന്നെയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ ഒട്ടേറെ പ്രവാസികൾക്ക് ജോലി നഷ്ടമായ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അടിയന്തരമായ നീക്കം നടക്കുന്നത്. ഇതിൽ മലയാളികളും ഏറെ ഉണ്ട് എന്നുള്ളതാണ്. എണ്ണവില കുറഞ്ഞതും കൊറോണ വ്യാപിച്ചതുമാണ് ഗൾഫ് രാജ്യങ്ങളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. സമീപ ഭാവിയിൽ ഗൾഫ് പഴയ പ്രതാപം തിരിച്ചു പിടിക്കാനാകില്ല എന്ന തരത്തിൽ പല പഠനങ്ങളും ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു. ഗൾഫ്, തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ, യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരെ ആദ്യഘട്ടം കൊണ്ടുവരും. US, ബ്രിട്ടൻ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ 2ാം ഘട്ടത്തിൽ നാട്ടിലെത്തിക്കും. ജൂൺ അവസാനം വരെ നീണ്ടു നിൽക്കുന്ന ഒഴിപ്പിക്കൽ പദ്ധതിക്കാണ് കേന്ദ്രം ഇപ്പോൾ തുടക്കം ഇട്ടിരിക്കുന്നത്. സംസ്ഥാനങ്ങളുമായി ആലോചിച്ച ശേഷമാണ് കേന്ദ്ര സർക്കാർ പ്രവാസികളെ നാട്ടിൽ എത്തിക്കുക. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.